നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമങ്ങൾ ഊർജിതമായിരിക്കെ വധശിക്ഷയിൽ ഉറച്ച് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം വധശിക്ഷയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മഹ്ദി ആവർത്തിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിലെ മതപണ്ഡിതർ തലാൽ കുടുംബവുമായി ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. അവിടെ ഒരു ചർച്ച നടക്കുന്നു. പ്രത്യേകിച്ച് മാധ്യമം ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വരുന്ന വളരെ നെഗറ്റീവായ ചില കമൻറ്റുകളും വാർത്തകളൊക്കെ അപ്പോൾ തന്നെ അവരെ കുടുംബത്തിലും എത്തുന്നുണ്ട്. കാരണം അവിടെയൊക്കെയുള്ള യമനികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ധാരാളം പഠിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളൊക്കെ ഇവിടെ അറിയുന്നതിന് മുൻപ് തന്നെ ആ വിവരങ്ങളൊക്കെ കുടുംബത്തിലും അവരുടെ ഗോത്രത്തിലും, അതാണ് പ്രധാനം. അവിടുത്തെ ചുറ്റുപാടുള്ള സമൂഹം വളരെ പ്രധാനമാണ്, സെൻസിറ്റീവായിട്ടുള്ള ഒരു ജനത കൂടിയാണ്. അപ്പോൾ അവിടെയൊക്കെ എത്തുന്നുണ്ട്. അപ്പം അത്തരം നെഗറ്റീവായ വാർത്തകൾ പലപ്പോഴും വലിയ വിപരീത ഫലമാണ് നമുക്ക് ഉണ്ടാക്കുക. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ എന്നിവർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഡൽഹിയിലേക്ക് പോകുന്നു. ബൽറാം, ഇന്ന് വന്ന വാർത്ത നമ്മുടെ പ്രതീക്ഷകളെ, അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ പ്രതീക്ഷകളെ അല്പമൊന്ന് അലട്ടുന്നതാണ്. ഈ യമൻ പൗരന്റെ കുടുംബം, കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വധശിക്ഷ, അതിൽ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്കും തങ്ങൾ വഴങ്ങില്ല എന്ന് വ്യക്തമാക്കിയുള്ള FE പോസ്റ്റ് അടക്കം കുടുംബാംഗങ്ങൾ ഇടുന്നു. ആ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലവിലെ സാഹചര്യം? അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഇനി സാധ്യമാണോ? ഒപ്പം തന്നെ ഇതിന് ഇപ്പോൾ ഒരു ദേശീയ മാനം കൈവന്നിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ബൽറാം? പ്രജിൻ, നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, മനുഷ്യസ്നേഹികൾക്ക് എല്ലാവർക്കും തന്നെ വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് തലാലിൻ്റെ കുടുംബത്തിൻ്റെ, അല്ലെങ്കിൽ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മഹ്ദിയുടെ പ്രതികരണത്തിലൂടെ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ BBC നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വധശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്നും ആ നിലപാടിൽ മാറ്റമില്ല എന്നും, നിമിഷപ്രിയയെ അല്ലെങ്കിൽ വധശിക്ഷ ദൈവത്തിൻ്റെ നീതിയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നടപ്പാക്കേണ്ടത് എന്നും, ഒപ്പം തന്നെ നിമിഷപ്രിയയെ ഇരയായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാകുന്നു, പൊതുസമൂഹത്തിൽ അത്തരത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമെല്ലാം അദ്ദേഹം നടത്തിയിരുന്നു. ഇതെല്ലാം എന്നാൽ ഈ വധശിക്ഷ നീട്ടിവെക്കുന്നതിന് മുമ്പാണ് BBC നൽകിയ അഭിമുഖം എങ്കിൽ, ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയ കുറിപ്പിലും ഇക്കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വഴങ്ങില്ല, വധശിക്ഷ നടപ്പാക്കുക തന്നെയാണ് വേണ്ടത്. വധശിക്ഷ തീരുമാനിച്ച ശേഷം അത് നീട്ടിവെക്കാനുള്ള തീരുമാനം ദൗർഭാഗ്യകരമാണ്. അത് തങ്ങൾക്ക് കൂടുതൽ വിഷമമുണ്ടാക്കി. എത്രത്തോളം സമയമെടുത്താലും വധശിക്ഷ നടപ്പാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് തുടങ്ങിയ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. എങ്കിൽ പോലും ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങളിൽ തന്നെ പലർക്കും അനുകൂലമായ ഒരു നിലപാട് ഈ വിഷയത്തിലുണ്ട്. മാപ്പ് നൽകി ഈ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണം എന്ന തരത്തിലുള്ള അനുകൂല നിലപാടുണ്ട്. മറ്റുള്ളവരെ കൂടി ഈ പ്രതികരണം നടത്തിയ ഫത്തേ മഹ്ദിയെ ഉൾപ്പെടെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇത്തരം നിലപാട് ആവർത്തിക്കുമ്പോഴും അദ്ദേഹം നടത്തിയിരിക്കുന്നത് വൈകാരികമായ ഒരു പ്രതികരണമാണ്. ആ സഹോദരൻ കൊല്ലപ്പെട്ടതിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷമവും ദുഃഖവും കാലങ്ങളായുള്ള കാത്തിരിപ്പും എല്ലാം തന്നെ ആ കുറിപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. അതേസമയം ഈ കുടുംബാംഗങ്ങളെ അടക്കം സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പോലും മലയാളികൾ മാത്രമല്ല, മറ്റ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ, അത് യമനി പൗരന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതിന് പ്രതികരണം നടത്തുന്നത് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ തരത്തിൽ മാപ്പ് നൽകാവുന്നതാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഭ്യർത്ഥനകൾ ഉൾപ്പെടെയുണ്ട്. അതിൽ എന്നാൽ ചില പ്രതികരണങ്ങൾ, പ്രകോപനപരമായ ചില പ്രതികരണങ്ങളും ആ ഒരു കുറിപ്പിന് താഴെ കമൻറ്റുകളായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളെ ഉൾപ്പെടെ ആശങ്കയിലാഴ്ത്തുന്നത്. അവരെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. അതേസമയം ഈ കുടുംബാംഗങ്ങൾ, ഗോത്രത്തലവന്മാർ അടക്കമുള്ളവരെ, അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന, അവരോട് നേരിട്ട് സംസാരിച്ച് അവരെ അനുനയിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ സ്വാധീനമുള്ള മത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നുണ്ട് ഈ വിഷയത്തിൽ. ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് സർക്കാരിന് നേരിട്ട് ഇടപെടാൻ ഔപചാരികമായി കഴിയില്ല എങ്കിൽ പോലും ചില യമനിലെ ഇന്ത്യൻ സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചില പ്രതിനിധികൾ ഉൾപ്പെടെ ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്
എന്നുള്ളതാണ്. കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയവും അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഔദ്യോഗികവും അനൗദ്യോഗികവും ആയി നടക്കുന്ന ചർച്ചകൾ അത് ഫലം കാണുമെന്നും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്നുമുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും എല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്.